അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഗെയിൻ. അപ്പം ഞാൻ വീണ്ടും രേണു സുധിയുടെ കാര്യം പറയാൻ തന്നെയാണ് വന്നത്. അപ്പം രേണു സുധി ഒരു ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്ത കാര്യം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ ഇതിനെക്കുറിച്ച് അപ്പോൾ ഈ രേണു സുധിയുടെ ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതിനെ കുറിച്ച് ഈ ചിത്ര എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, ഈ ഒരു സ്ത്രീ, ഇൻ്റർവ്യൂ ചെയ്ത ആ ഒരു ആള്, അപ്പോൾ അവർക്കെതിരെയും അവരെ ചാനലിനെതിരെയും കുറേ വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ടും പറയാമെന്ന് വെച്ചാൽ ആ ഒരു ചാനൽ, ആ ഒരു ചിത്ര എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഇപ്പം ഇതിന് ഈ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നേക്കുവാണ്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ ഷഫീന ബീവി വിളിച്ച് അന്വേഷിച്ച ഒരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ, രേണുസുധി ഇങ്ങോട്ട് വന്നിട്ട് പേയ്മെന്റ് കൊടുത്ത് പൈസ കൊടുത്ത് ഇന്റർവ്യൂ എടുത്ത രീതിയിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. അപ്പം അതിനകത്ത് വേറെ കുറെ വിഷയങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ, എന്തുവെന്ന് വെച്ചാൽ വിഷയങ്ങളാണ് മൊത്തം പറയാനൊന്നുമില്ല. ഇപ്പോൾ ഇതിന്റെ എല്ലാ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, ചാനലിന് റീച്ച് ആക്കാൻ വേണ്ടിയിട്ടും രേണുസുധിക്ക് റീച്ച് ആക്കാൻ വേണ്ടിയിട്ടും ഇവർ മനഃപൂർവ്വം എല്ലാവരെയും ഒരു കുറ്റം ആരോപിച്ച് എല്ലാവരെയും ഇങ്ങനെ കുത്തി. കാരണം ഇത്രയും നാളും യൂട്യൂബേഴ്സും റിയാക്ഷൻ വ്ളോഗേഴ്സൊന്നും രേണുസുധിക്ക് ആ ഒരു ക്യാൻസറിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് പോകുന്നതനുസരിച്ച് ഒന്നും ചെയ്തില്ല. മീൻസ് അവരെ കുറ്റമായിട്ടൊന്നും പറയില്ല, എല്ലാവരും ഒരു ഇതിൽ മാറി നിന്നതാ എന്നും പറഞ്ഞ് രേണുസുധിയെ കുത്തണം എന്ന രീതിയിലല്ല. റിയാക്ഷൻ ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളെടുത്ത് റിയാക്ട് ചെയ്ത് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നത് മാത്രം. ആരെയും ഒരു കാരണവശാലും കുറ്റപ്പെടുത്തുന്നതോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവർ ചെയ്യുന്ന എന്ത് കോപ്രാമാണോ അതാണ് റിയാക്ഷൻ ബ്ലോഗേഴ്സ് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആ ഒരു ഇന്റർവ്യൂ ചെയ്ത ഈ ഒരു വ്യക്തി ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലാത്ത ചില ചോദ്യങ്ങൾ, മീൻസ് കിച്ചു ആണോ രേണുസുധിക്ക് ഗർഭം ഉണ്ടാക്കിയെന്നുള്ള രീതിയിലൊക്കെ കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവര് അതിനകത്ത് എക്സ്പോസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനകത്ത് ചോദിക്കേണ്ട യാതൊരുവിധ കാര്യവും അതിനകത്ത് ഇല്ല. കാരണം അതുൽ വ്ളോഗ്സ് അതിലൂടെ തന്നെ നല്ല രീതിയിൽ ആ ഒരു തംബ്നെയിലും കാണിച്ച് ആ ഒരു വീഡിയോ ചെയ്യുന്ന രീതി നല്ല രീതിയിൽ ഊക്കി വിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ തംബ്നെയിൽ കണ്ടിട്ട് ഒന്നും വിശദീകരിക്കാൻ നിൽക്കരുത്. ആ വീഡിയോക്കകത്ത് എന്താണെന്നുള്ളത് കയറി നോക്കണം. അപ്പം നമ്മളെ ഒരു ചിത്ര എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹായ് ഓൾ, ദിസ് ഇസ് ചിത്ര. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രേണുസുധിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത്. രേണുസുധിക്കെതിരെയും നമ്മുടെ മൂവി വേൾഡ് മീഡിയ ചാനലിനെതിരെയും എനിക്കും എതിരെയായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ക്യാമ്പയിൻ ആയിട്ടൊന്നും ഇവിടെ ആരും തുടങ്ങി. ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്യാമ്പയിൻ, നിങ്ങൾക്ക് ഇത്രയും ഒരു ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന ആൾക്കാരില്ല, അപ്പൊ ക്യാമ്പയിൻ എന്താണെന്ന് നേരെ അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് പോയിരുന്ന ഇന്റർവ്യൂ. എന്ത് ക്യാമ്പയിൻ? നിങ്ങൾ ക്യാമ്പയിൻ അല്ല, നിങ്ങൾ എന്തിനാണ് ചോദിക്കേണ്ടാത്ത ചോദ്യം ചോദിച്ചു എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ ആ കമന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ അറിയാം. ഈ ഒരു ചിത്രയും പിന്നെ ഒരു രേണുസുധിയും രണ്ടുപേരും ഒരേ കണക്കാണ് എന്നാണ് കമന്റ് ബോക്സ്. നിങ്ങളെ ഈ ചാനലിലെ കമന്റ് ബോക്സ് ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് കയറുമ്പോൾ നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നത്. കാരണം നോർമലി ഉള്ള മനുഷ്യന്മാർക്ക് നല്ലോണം മനസ്സിലാവും. അവർ റീച്ചിന് വേണ്ടിയിട്ടും നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ടും ഒരു അത്രയും റിയാക്ഷൻ ചെയ്യുന്ന ഒരു വ്ളോഗറിനെ എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ റീച്ചിന് വേണ്ടിയിട്ട് തന്നെ. ഇപ്പൊ ഇതൊരു കണ്ടന്റ് ആയില്ലേ. ഇന്നലെ രേണുസുധിയുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടന്റ്. അപ്പൊ രേണുസുധിക്കും അറിയാം, ഈ ഒരു ചാനലിനും അറിയാം, ഓരോരുത്തരെ കുത്തി പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് റിയാക്ട് ചെയ്യുമെന്ന് പറ. ഇത് മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു ഒഫീഷ്യൽ ക്ലാരിഫിക്കേഷൻ തന്നെയാണ്. ഞങ്ങളുടെ ചാനലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോയിസിനെതിരെയാണ് ആളുകൾ വീഡിയോ ചെയ്യുന്നത്. കാരണം അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നത് രേണുസുധി ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇൻ്റർവ്യൂ വേണം, ഞങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പണം വേണം, അതുകൊണ്ട് നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വോയിസിൽ കൂടെ പറയുന്നത്. പക്ഷേ രേണുസുധിയുടെ ഭാഗത്തു നിന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടേ ഇല്ല. നമ്മൾ കുറേ നാളുകളായിട്ട് രേണുസുധിയുടെ അങ്ങനെ പറയല്ലേ. ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വ്യക്തമായിട്ടും ആ ഒരു നിങ്ങളെ മീഡിയയുടെ ആ നമ്പർ കൊടുത്തിട്ട് അതിനകത്ത് വിളിക്കുമ്പോഴത്തേന് ബാക്കിയുള്ളവർക്കൊന്നും അല്ലല്ലോ കയറി പോണോ. ഇതിനകത്തുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കല്ലേ കയറി പോണേ. ആ ഒരു നമ്പറുള്ള വ്യക്തിക്കല്ലേ കയറി പോണേ. മൂവി വേൾഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കല്ലേ കയറി പോണേ.
അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് മെഴുകിട്ടുന്ന യാതൊരുവിധ കാര്യമില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും വെളിയിട്ട് നിങ്ങൾ മനഃപൂർവ്വം റീച്ചിന് വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണെന്ന് നല്ല രീതി രേണുസുതി ഇത് റീച്ചിന് വേണ്ടിയിട്ട് തന്നെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ നമ്പറിൽ വിളിച്ചപ്പോഴത്തേന് ആ പുള്ളി ഉള്ള കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ ആ ഒരു തിരിച്ച് ഇപ്പോൾ ആ ഒരു നിങ്ങളെ ഒരു വർക്ക് ചെയ്യുന്ന ആ ഒരു അയാളെ കൊണ്ട് തലയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ അങ്ങോട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടാ അല്ലെങ്കിൽ രേണുസുതി ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തു. എടോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വായിച്ചിരിക്കുന്ന ആൾക്ക് അങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര പൈസ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ മീൻസ് സഹായം ഹെൽപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം, ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ അതല്ല ഉദ്ദേശം. ഓരോ ആൾക്കാരെയും കുത്തി കിച്ചുവിനെ പറയുന്നുണ്ട്, ബാക്കിയുള്ള റിയാക്ഷൻ വ്ളോഗേഴ്സിനെ പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അറിയാൻ പറ്റും. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇതൊന്നുമല്ല, നിങ്ങൾ വേറെ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻറ്റ് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. ഈ ഒരു ചാനൽ, ഈ ഒരു ഇൻ്റർവ്യൂ, ഈ ഒരു ചിത്ര എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി, ഈ ഒരു സ്ത്രീ പറഞ്ഞേക്കുന്ന ഈ ഒരു എക്സ്പ്ലനേഷൻ തന്നേക്കുന്നതിൻ്റെ അടിയിലെ കമൻറ്റ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കാം. പറ. എടുത്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം. ആ ഒരു സമയത്ത് അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ആദ്യം ഒന്നും ഓക്കെ അല്ലായിരുന്നു. പിന്നീടാണ് നമ്മൾ കൺവിൻസ് ചെയ്തിട്ടാണ് ഏകദേശം ഒരു 1 മന്തോളം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി. അങ്ങനെയാണ് അവർ ആ ഇൻ്റർവ്യൂവിന് തയ്യാറാകുന്നതും നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നതും. അത് ഒരു ഓണം സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ വീട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ അത്രയും കൺവിൻസ്ഡ് ആക്കിയിട്ടാണ് നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നതും. ഇതൊരു പെയ്ഡ് ഇൻ്റർവ്യൂ തന്നെയായിരുന്നു. നമ്മൾ അവർക്ക് എന്താ പറയുക, അവർ ഏകദേശം ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു എമൗണ്ട് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഇൻ്റർവ്യൂ എടുക്കുന്നത്. ഞാൻ എടുത്തു പറയുന്നു, ഇത് പെയ്ഡ് ഇൻ്റർവ്യൂ ആണ്. മാത്രമല്ല ഇപ്പോൾ രേണുസുതിക്കെതിരെ പെയ്ഡ് ഇൻ്റർവ്യൂ ആണെന്ന് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി. കാരണം നിങ്ങൾക്ക് റീച്ചൊന്നും വേറെ വീഡിയോസൊന്നും വരുന്നില്ല. വരാതിരിക്കുമ്പോഴത്തേന് രേണുസുതിനെ ഇതിനകത്ത് കരുവാക്കി രേണുസുതിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ എമൗണ്ട് കൊടുത്തു. അപ്പം നിങ്ങൾ അതിനകത്ത് ചോദിക്കേണ്ട ചോദ്യങ്ങളും നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതും രേണുസുതി എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് അറിയാമോ, എന്തുവാണ് ഒരു വാ പോയ കോടാലി എന്നൊക്കെ പറയാം. അവരന്നും ഇങ്ങനെയാണ്, ഇപ്പോഴും ഇങ്ങനെയാണ്. നിങ്ങൾ അതൊക്കെ ഉദ്ദേശത്തിൽ തന്നെ ഇതൊക്കെ ചെയ്തതെന്ന് നല്ല രീതിയിൽ മനസ്സിലാവും. അല്ലാതെ നല്ല ഉദ്ദേശത്തോടൊന്നുമല്ല. അല്ലെങ്കിൽ നോർമലി ചോദിക്കാം, എങ്ങനെയുണ്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ, എങ്ങനെ പോകണം, അല്ല എങ്ങനെയുണ്ട് ജീവിത സാഹചര്യങ്ങളൊക്കെ എങ്ങനെ പോകണം. നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ അതൊന്നും ചോദിച്ചൊന്നുമില്ല. നിങ്ങളൊരു തംബ്നെയിൽ എടുത്ത് കാണിച്ചു, അതുൽ വ്ളോഗ്സിൻ്റെ ഒരു തംബ്നെയിൽ എടുത്ത് കാണിച്ചിട്ട് ഗർഭം ഉണ്ടാക്കിയെന്നുള്ള രീതിയിലൊക്കെയാണ് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ. നിങ്ങൾ അതാണ് ചോദിക്കണ്ടേ. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ അതൊന്നുമല്ല ചോദിക്കേണ്ട. ഒരു ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ എന്ന് പറയുന്ന വലിയൊരു മാരക രോഗം പിടിപെട്ട ഒരാളെടുത്ത് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നുമല്ല ചോദിക്കേണ്ട. കാരണം അത് മെൻ്റലി നല്ല ഇത് ഫസ്ട്രേറ്റഡ് ആവും, ഡിപ്രഷൻ ആവും. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ അറിയാമല്ലോ. നിങ്ങൾ വീണ്ടും എന്തിനാ ആ ഒരു വ്യക്തിനെ വീണ്ടും ഇങ്ങനെ കുത്തി ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയണം. അപ്പം നിങ്ങളത് മനഃപൂർവ്വം ചെയ്തതല്ലേ? ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു അവർക്കെതിരെയുള്ള ഇത്രയും ഹേറ്റേഴ്സാണ് ഇത് ഇത്രയും വളച്ചൊടിച്ച് ഓരോ കാര്യങ്ങളുമാക്കി കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഫുൾ വീഡിയോ കണ്ടിട്ടുള്ള ഒരാളും ഏതൊരാൾക്കും മനസ്സിലാവും അതിനകത്ത് എന്താണ് ആ ഒരു കണ്ടന്റ് പറയുന്നത് എന്നുള്ളത്. ഇതിനു മുമ്പ് കിച്ചുവിനെതിരെ കാരണം കണ്ടന്റ് ഇട്ട് കൊടുത്തത് അവർ പറയുന്നുണ്ട്. അവർ നല്ല കാര്യങ്ങളൊന്നും പറയുന്നതൊന്നുമില്ല. എല്ലാവരെയും കുത്തിക്കൊണ്ട് പറയുന്ന രീതിയിൽ മാത്രമേ കണ്ടന്റ് അതിനകത്ത് കഴിഞ്ഞ് ഫുൾ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ കുറേ ആൾക്കാർ റിയാക്ഷൻ വീഡിയോസും ചെയ്തു. നമ്മൾ യൂട്യൂബ് റിയാക്ഷൻ വീഡിയോസ് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? നല്ലൊരു വീഡിയോ ആയിരുന്നെങ്കിൽ ഓക്കെ, ആരും ചെയ്യത്തില്ലായിരുന്നു, അതിൻ്റെ കാര്യമില്ലായിരുന്നു. ഇതിപ്പോൾ എന്തുവാണ്? നിങ്ങൾ അമ്മാതിരി ചോദ്യമാണ് അതിനകത്ത് ചോദിച്ചിരിക്കണത്. അവരടുത്ത് ചോദിക്കേണ്ട കാര്യങ്ങളല്ല ചോദിച്ചിരിക്കുന്നത്. അവൻ ഇങ്ങനെ പറഞ്ഞോ, അവൻ എങ്ങനെ ഉണ്ടായിരുന്നു, ഒരുമാതിരി നുണ പറയാന്നൊക്കെ പറയത്തില്ല, നുണ പറയാ, കുറ്റം എങ്ങനെ കുത്തി നോവിച്ച് അവൻ്റെ മനസ്സിലുള്ള സാധനങ്ങൾ ആരോടൊക്കെ വൈരാഗ്യമുണ്ടോ, ആരോടൊക്കെ വിദ്വേഷമുണ്ടോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനെല്ലാം രേണുസുതിക്ക് ഞാൻ ഒന്നും പറയുന്നില്ല, രേണുസുതി ഒന്നും പറയുന്നില്ല. രേണുസുതി കറക്റ്റ് മറുപടി കാര്യങ്ങളെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ചോദിച്ച ചോദ്യത്തിന് മറുപടി രേണുസുതി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ട്രീറ്റ്മെൻറ്റ് നടന്ന കാര്യം നല്ലൊരു കാര്യങ്ങളൊന്നും അതിനകത്ത് സംഭവിച്ചായിട്ടൊന്നും നമുക്കാർക്കും പിടിയിട്ടതൊന്നുമില്ല ഇതുവരെ. എല്ലാവർക്കും വേണ്ട നല്ല കാര്യമല്ല അതിനകത്ത് എന്തായാലും പറഞ്ഞിരിക്കാം. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊന്നും നല്ല കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കൊടുത്ത പൈസയ്ക്കുള്ള ചോദ്യവും നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ടുള്ള ചോദ്യവും റീച്ചിന് വേണ്ടിയിട്ടുള്ള ഉദ്ദേശവും കാര്യങ്ങളെല്ലാം അതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം.
വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് അവരെ കണ്ടിട്ട് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ അവർ ആ ഒരു സമയത്ത് പറഞ്ഞത് അവരുടെ ഇമോഷനാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് രേണുസുധിക്ക് അവർക്ക് എന്താണ് ഇത്ര ഹേറ്റേഴ്സിന് കാരണം എന്നുള്ളത്. എനിക്ക് സംസാരിച്ചപ്പോൾ പേഴ്സണലി മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ അവരുടെ ടോണാണ് പെട്ടെന്ന് ആളുകൾക്ക് പെട്ടെന്ന് പിടിക്കാതെ വന്നതെന്ന് തോന്നുന്നു. അവർ പറഞ്ഞൊരു കാര്യം, കിച്ചു അങ്ങനെ ചെയ്യണ്ടായിരുന്നു, കിച്ചുവിനെ ഞാൻ അങ്ങനെയൊക്കെ നോക്കിയതല്ലേ എന്നുള്ളൊരു ടോണിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓക്കെ ആയിരിക്കും. അവരെ ടോണാണ്. അവര് അന്ന് മുതലേ ഇങ്ങനെയൊക്കെ തന്നെ. അത് നിങ്ങൾക്ക് അറിയാം രേണുസുധിയുടെ ടോൺ എന്തുവാണെന്ന്. നമുക്ക് എല്ലാവർക്കും നല്ല ഈ റിയാക്ഷൻ വ്ളോഗ്സ് ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ കാണുന്നതല്ലേ, അറിയാമല്ലോ. അവരങ്ങനെയല്ലേ സംസാരിക്കുള്ളൂ. അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, രേണുസുധിയെ കുറച്ച് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കയറി നിങ്ങൾ നല്ല രീതിയിൽ കയറി ഉടുമ്പ് പിടിക്കുന്ന കണക്ക് പിടിച്ച് അതിനെ കുത്തി വലിച്ചിട്ടുണ്ട്. അല്ലാതെ അവരുടെ ടോണാണെന്ന് ഇപ്പൊ വന്നിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കിട്ടാനുള്ളത് എന്തായാലും കിട്ടി. നല്ല റീച്ച് ഉണ്ട് ആ വീഡിയോയ്ക്ക്. അത് കണക്ക് തന്നെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മൂവി വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു മീഡിയക്കെതിരെ. എനിക്ക് തോന്നുന്നു അവരുടെ ഈ ടോൺ ആളുകൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. പിന്നെ ക്യാൻസർ വന്നിരിക്കുന്നൊരു സ്ത്രീയാണ്, അവരത്രയും സഫർ ചെയ്യുന്നൊരു സ്ത്രീയാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് കാണുമ്പോഴേക്കും അത്രയും അതല്ലല്ലോ അതിനകത്ത് പറഞ്ഞത്. അതൊന്നും അല്ലല്ലോ അതിനകത്ത് പറഞ്ഞത്. കിച്ചു മറ്റേ അതുലിന്റെ തംബ്നെയിലെടുത്ത് കാണിച്ചിട്ട് ഗർഭം ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ നിങ്ങളായിട്ട് തന്നെ ഇട്ട് കൊടുത്തൊരു ചോദ്യമല്ലത്. കിച്ചു ആണോ രേണുസുധിക്ക് ഗർഭം ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളൊന്നുമല്ല ചോദിച്ചിരിക്കണത്. അല്ല രേണുസുധിയുടെ മനസ്സിൽ നിന്നൊന്നുമല്ല. നിങ്ങൾ ചോദിച്ചു, കുത്തി വലിച്ചു, കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടി. പിന്നെ ഈ പറഞ്ഞ കിച്ചുവിനെ അങ്ങനൊന്നുമല്ല പറഞ്ഞേ. നല്ല രീതിയിൽ പറഞ്ഞിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുവാണ് കിച്ചുവിനെ അങ്ങനെയാണ് നോക്കിയത്, അമ്മയെ പോലെയാണ്, അങ്ങനെ. പിന്നെ രേണുസുധിയുടെ സ്വഭാവം അങ്ങ് മാറി. കൊള്ളാം എന്തായാലും. ഒരു ബുദ്ധിമുട്ട് അവരുടെ അടുത്ത് തോന്നും. കാരണം അവരത്രയും സഫർ ചെയ്യുകയാണ്, ഒറ്റയ്ക്കാണ് സഫർ ചെയ്യുന്നത്, വേറെ വരുമാന മാർഗങ്ങളില്ല. അപ്പം നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ അവർക്കൊരു സഹായവും കൂടിയാകും. പ്ലസ് അവർക്ക് ഒരു എന്താ പറയുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നത്. പിന്നെ ഈ ഒരു വോയിസിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൂവി വേൾഡ് മീഡിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ചാനലിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഒരു 50-ലേറെ സ്റ്റാഫുകളുള്ള ഒരു ചാനലാണ് നമ്മുടെ ചാനൽ. അപ്പോൾ ഇതിനകത്തുനിന്ന് കുറേ നമ്പർ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും അപ്പൊ നിങ്ങൾക്ക് 50-ലേറെ ആൾക്കാർ ഉള്ള ഒരു ചാനൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്കായിരിക്കും വഴിയെ പോയവരെ വിളിച്ചു കയറ്റിയൊന്നും അല്ലല്ലോ. വഴിയെ പോയ ആൾക്കാരെ പെട്ടെന്ന് വിളിച്ച് കയറ്റിയിട്ട് ആ ഒരു ഫോൺ നമ്പറും കൊടുത്ത് അതിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് പറയാം. ആ ഒരു രീതിയൊന്നും അല്ലല്ലോ. ഇനിയിപ്പോ നിങ്ങൾ വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ കുറ്റം എല്ലാം കൂടെ ഈ ഒരു വിളിച്ച് ആ ഒരു നമ്പർ ഉള്ള ആള്, നിങ്ങൾ ആ 50 പേരിൽ വർക്ക് ചെയ്യുന്ന ഒരാളെടുത്ത് തലയെ കൊണ്ടുവരേണ്ട ഒരു കാര്യവും ഇല്ല. ഏതാളാന്നൊന്നും ഒരിക്കലും ഒരിക്കലും പറഞ്ഞു കളയരുത്. എടോ 50 പേരെ പണി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം ഒരു മാനേജ് ചെയ്യുന്ന ഒരാൾ കാണും, ഒരാൾ കാണും. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇതിനെക്കുറിച്ച്? നിങ്ങൾ ഈ സാധനം നേരെ പോകേണ്ട സാധനം ഇങ്ങനെ വളച്ചൊടിച്ച് തിരിച്ച് എവിടെ പോണ്? കോള് വിളിച്ച ആളെ തലയിൽ കൊണ്ടിടാനുള്ള പരിപാടിയാണ് കാണിക്കണേ. ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ലെന്നാണ് വിചാരിക്കണേ. എന്ന് വിചാരിച്ചിട്ട് ഇതാണ് സത്യം എന്ന് കരുതി കുറെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് എടേ നിക്ക്. നിങ്ങൾ കുറേ നമ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ചാനലിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഓരോരോ നമ്പർ നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു നമ്പറെ വിളിച്ചിട്ട് ബാക്കിയുള്ളവരടുത്ത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളെ പേര് അതിനകത്ത് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്, മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനകത്ത് ആ മീഡിയക്കകത്ത് കാണുന്ന നമ്പറിനകത്തല്ലേ വിളിക്കാൻ പറ്റൂ. ഏതെങ്കിലും ഒരാളെ അല്ലല്ലോ വിളിക്കണത്. അതിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ എഡിറ്റേഴ്സ് മുതൽ അവിടെ തൂക്കുന്ന ആൾക്കാർക്ക് വരെ, നിങ്ങൾ ഓഫീസാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് തൂക്കുന്ന ആൾക്കാർക്ക് വരെ നല്ല രീതിയിൽ അറിയാം. അപ്പോൾ ഏതെങ്കിലും ഒരാളെ വിളിച്ചതല്ല, ആ ഒരു മീഡിയയുടെ കോൺടാക്ട് നമ്പർ കണ്ടിട്ട് ആ ഒരു നമ്പറിൽ വിളിച്ച്, അപ്പോൾ വിളിച്ച ആൾ കറക്റ്റായിട്ട് മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ പെയ്ഡ് ആയിരുന്നോ അതോ രേണുസുധി അങ്ങോട്ട് വിളിച്ചാണോ ഇങ്ങോട്ട് വിളിച്ചോ എന്നുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പുള്ളിക്കാരൻ കൃത്യമായിട്ടുള്ള മറുപടിയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അവരെ പറഞ്ഞു നിർത്തിയിരുന്നല്ല? മീൻസ് നിങ്ങൾക്ക് പറയായിരുന്നു
നിങ്ങൾക്ക് നല്ല രീതിയിൽ അവർക്ക് പറയായിരുന്നു ഇതൊന്നും വെളിയിൽ വിടേണ്ട കാര്യമില്ല, ആര് ചോദിച്ചാലും ഒന്നും പറയണ്ട. രേണുസുധിയുടെ കാര്യം ഇന്റർവ്യൂ കഴിഞ്ഞതിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് വെളിയിൽ വിടേണ്ട കാര്യമില്ല. നിങ്ങളെന്താ ചെയ്യാൻ വെളിയിൽ വിടേണ്ട, പുറത്ത് വിടേണ്ട കാര്യമില്ലല്ലോ. എന്തൊക്കെ ചെയ്തെന്നോ, പൈസ എത്ര മേടിച്ചെന്നോ, വിളിച്ചായിരുന്നോ, നിങ്ങൾക്ക് പുറത്തുവിടേണ്ട കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന റീച്ചിന് വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഇത് അറിയുകയും ചെയ്യാം. ഈ ഒരു നമ്പർ പബ്ലിഷ്, ഈ നമ്പറിനകത്തൂടെ കുറേ ആൾക്കാർ വിളിക്കും. കാരണം ഇത്രയും ഒരു കോൺട്രവേഴ്സി രേണുസുധി നേരത്തെ ഒപ്പിച്ച് വെച്ചുകൊണ്ട്, ക്യാൻസറിന്റെ പേര് പറഞ്ഞ് ഒപ്പിച്ച് വെച്ചുകൊണ്ട് ആരായാലും വിളിക്കുമെന്ന് നിങ്ങൾക്കും നല്ല രീതിയിൽ അറിയാം. എതിരെ എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് സത്യം എന്നുള്ള രീതിയിലാണ് പിന്നെ ആൾക്കാരങ്ങ് തീരുമാനിക്കുകയാണ്. ഓ, രേണുസുധി വിളിച്ച് അവരുടെ അടുത്ത് പറയുകയാണ് എനിക്ക് ചികിത്സയ്ക്കായിട്ട് പണം വേണം, ഇൻ്റർവ്യൂ നിങ്ങൾ എടുക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇൻ്റർവ്യൂ എടുപ്പിക്കുന്നതാണ് എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നത്. എനിക്കറിയില്ല ആൾക്കാർക്ക് എന്താണ് ഇത്ര എന്താ പറയുക വിഷമം അതിലെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ, നമ്മൾ എന്തിനാണ് അതിനകത്ത് തലയിടാൻ പോകുന്ന? അവരുടെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടാൻ പോകണ്ട. അവർ എന്താ പറയുക, അവർ പബ്ലിക്കായി വിഷമമൊന്നുമല്ല. നിങ്ങൾ അതുവഴി ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ, നിങ്ങൾ ബാക്കിയുള്ള വ്യക്തികളെ, റിയാക്ഷൻ വ്ളോഗേഴ്സ് ചെയ്യുന്ന ആൾക്കാരെയും, പിന്നെ രേണുസുധിക്ക് ദേഷ്യമായിട്ടുള്ള ആൾക്കാരെയും, പിന്നെ രേണുസുധിനെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരെയൊക്കെ നിങ്ങൾ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോരോ ചോദ്യങ്ങൾ ഉണ്ടാക്കി ചോദിച്ച കാര്യങ്ങൾ തിരിച്ച് മറുപടിയായിട്ട് രേണുസുധി തരുമെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ ഈ ഡയലോഗ് ഇവിടെ വന്നിരുന്ന് അടിക്കണത്. നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാവും. അല്ലാതെ ആർക്കും ഇവിടെ വിഷമമൊന്നുമില്ല. ഇവിടെ ആർക്കും വിഷമമൊന്നുമില്ല. ആയിട്ടുള്ളൊരു ഫിഗറാണ്. അവരത്രയും എന്താ പറയുക, ഇപ്പോൾ സുജേട്ടൻ്റെ മരണത്തിന് ശേഷം അത്രയും ലൈംലൈറ്റിൽ വന്നിട്ടുള്ള ഒരു ലേഡിയാണ്. അവരുടെ ജീവിതം നമ്മൾ എന്താ പറയുക, റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ അതിനകത്തൊരു പരിധി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തേ ആ പരിധിയില്ലേ? നിങ്ങൾക്ക് എന്തേ ഈ ചിത്ര എന്ന് പറഞ്ഞ ഇന്റർവ്യൂ എടുത്ത താങ്കൾ ആ ഒരു വ്യക്തി, നിങ്ങൾക്ക് ആ പരിധിയില്ലേ? നിങ്ങളാണല്ലോ അതിനകത്ത് തുടക്കം ഇട്ടേക്കണേ. നിങ്ങൾക്ക് മര്യാദയ്ക്ക് ചോദിക്കായിരുന്നു എൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ, അല്ല ഈ ഒരു ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എങ്ങനെ തോന്നുന്നു, അങ്ങനത്തുള്ള കാര്യങ്ങൾ. നിങ്ങളതല്ല ചോദിച്ചേ. നിങ്ങൾ ചോദിച്ചത് കിച്ചു ഗർഭമുണ്ടാക്കിയോ, ബാക്കിയുള്ള അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. മീൻസ് നിങ്ങൾക്ക് കിട്ടേണ്ട കണ്ടന്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒപ്പിക്കാനുള്ള കണ്ടന്റ് നിങ്ങൾ നല്ല രീതിയിൽ ഒപ്പിച്ചു. അത് അന്ന സംഭവം ഇതിനകത്ത് വേറെ ഒന്നുമല്ല. അപ്പം ഇവിടെ വന്നിരുന്ന് മെഴുകിയിട്ടൊന്നും യാതൊരുവിധ കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്വാഭാവികമായിട്ട് നിങ്ങളെ കമന്റ് ബോക്സിന് അടിയിൽ ചെന്ന് കയറി കാണാം. നിങ്ങൾ രേണുസുധിയും ഈ ചിത്ര എന്ന് പറയുന്ന വ്യക്തി ഒരേ കണക്കാണ്. ഞാനല്ല പറയുന്നത്, കമന്റ് ബോക്സ് ആണ് പറയുന്നത്. നിങ്ങളെ കമന്റ് ബോക്സ് ആണ് പറയുന്നത്. രണ്ടും കണക്കാണെന്ന് അതിനകത്ത് പറയുന്നത്. കാരണം ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറയുന്ന കണക്കാണ് നിങ്ങൾ രണ്ടുപേരും എന്നാണ് ഈ ഒരു കമന്റ് ബോക്സും ജനങ്ങളെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എടോ, അവർ ട്രീറ്റ്മെന്റ് ആയിട്ട് പോകണമെങ്കിൽ അതുവഴി പൊക്കോളൂ വരുന്നല്ലോ. നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓക്കെ, ഞാൻ എല്ലാവരും സമ്മതിച്ചു വരുന്നുണ്ടോ. നിങ്ങൾക്ക് രേണുസുധിക്ക് പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർവ്യൂ വേണം. പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ചത് വേറെ കുരുട്ടുബുദ്ധിയല്ലോ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാനും. പക്ഷെ അതിൻ്റെ ഇടയ്ക്കൂടെ രേണുസുധിയും അവിടെ നിങ്ങൾ രണ്ടുപേരും ജോയിൻ ആയിട്ട് രേണുസുധിക്ക് വേണ്ടത് റീച്ച് തന്നെയായിരുന്നു. കൊള്ളാം, നല്ല പരിപാടിയാണ്. റിയാക്ഷൻ ബ്ലോഗേഴ്സിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യും. ആ ഒരു അതുൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിനെ എടുത്ത്, എന്നിട്ട് നിങ്ങളെന്തോ പിന്നെ പറയുന്നത് ആരെ പേഴ്സണലി ആരോ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന്. നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ തംബ്നെയിൽ കിടപ്പുണ്ടല്ലോ അതുൽ വ്ളോഗ്സിന്റെ ഒരു ഫോട്ടോ, എന്നിട്ട് അറിയത്തില്ല ആരെ വ്യക്തിപരമായിട്ട് ഇതാക്കിയില്ലെന്ന്. നല്ല സ്റ്റാറ്റർ, നല്ലൊരു പ്ലേ ആട്ടോ, നല്ല രീതിയിലുള്ള പ്ലേ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ അതുകൊണ്ടാണ് ഞാനും എടുത്ത് റിയാക്ഷൻ ചെയ്തത്. ബാക്കിയുള്ളവരെല്ലാം റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഉദ്ദേശം എന്താണോ അത് തന്നെ ഞങ്ങളെ ഉദ്ദേശം. രേണുസുധിക്കും അത് തന്നെ.